പാലാ നഗരസഭയിലെ ചെയർപേഴ്സൺ വിമത കൗൺസിലർമാരിൽ നിന്ന് തന്നെ ചെയർപേഴ്സൺ സ്ഥാനത്തിന് വനിതാ സംവരണമുള്ള പാലായിൽ 3 വനിതകളാണ് വിമതരിലുള്ളത്. ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ആരെന്നത് കൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കൗൺസിലർ ടോണി തൈപ്പറമ്പിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. LDFന്റെ പിന്തുണ സ്വീകരിക്കുമെന്നും ടോണി തൈപ്പറമ്പിൽ. 6 പേര് നമ്മളൊപ്പം തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ അനുകൂലമായ ഒരു അന്തരീക്ഷം ആര് തരുന്നോ നമുക്ക് അത് സ്വീകരിക്കാൻ തരാം. പക്ഷേ എന്നും കോൺഗ്രസിൻ്റെ ഒരു ചെയർപേഴ്സൺ ആയിരിക്കും നിലവിൽ വരാൻ സാധ്യത. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു ചെയർപേഴ്സൺ ഭാവിയിലേക്ക് ഉണ്ടാവും. അത് പാലയുടെ വികസനത്തിന് വേണ്ടി, ഈ നാടിൻ്റെ വികസനത്തിനും ഈ സാധാരണക്കാരുടെയും ഒരു രാഷ്ട്രീയ മതമില്ലാത്ത രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നല്ല ചെയർപേഴ്സൺ പാലയുടെ മണ്ണിൽ കാണും. അവർക്കൊരു ആരോടും ഒരു പരിഭവവും ഇതുമില്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചെയർപേഴ്സണും ഞങ്ങളെപ്പോലുള്ള ടീമും കൂടെ ഉണ്ടാവും. നിലവിൽ ഇപ്പോൾ UDFൻ്റെ ഭാഗം തന്നെയാണല്ലോ ഞങ്ങൾ. UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പം ജോസഫ് ഗ്രൂപ്പിലെയും KDPയിലൊക്കെ അംഗങ്ങൾ പറയട്ടെ. അവർ പറയുമ്പോൾ ഉചിതമായി അതാര് നമുക്ക് ഒരു സപ്പോർട്ട് തരുന്നോ അവരുടെ പിന്തുണ മേടിക്കാം. പക്ഷേ ഞങ്ങൾ ഭരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഭരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകും. ആ പോകുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഭരണം ഉണ്ടാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് പാലായിൽ സംഭവിച്ചത്. അപ്പോൾ ആര് ചെയർപേഴ്സൺ ആവും എന്നുള്ളതാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ ചെയർപേഴ്സണായ ദിയാ പുളിക്കക്കണ്ടത്തെ ഇന്നലെ അവർ അവിശ്വാസ പ്രമേയത്തിലൂടെ മാറ്റിയിരുന്നു. അപ്പോൾ വിപ്പ് ലംഘിച്ച 4 കൗൺസിലർമാരുടെ അവസ്ഥ എന്താകും? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവരെ അയോഗ്യരാക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. പക്ഷേ അവരാണ് ഭൂരിപക്ഷം. ആകെയുള്ള 6 പാർലമെന്ററി പാർട്ടി അംഗങ്ങളിൽ 4 പേരും കൂറുമാറി. അപ്പോൾ പിന്നെ ഭൂരിപക്ഷം അവർക്കായതുകൊണ്ട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം വിപ്പ് ലംഘിച്ചു എന്ന് നിലനിൽക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അപ്പോൾ അഖിലും സജു ദേവസയും തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അഖിലിലേക്ക്. അഖിൽ, എന്തൊക്കെ സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്? ദിയാ പുളിക്കക്കണ്ട മാറി, പകരം അവിടേക്ക് മായ രാഹുൽ അടക്കമുള്ളവരാണ് വരാൻ സാധ്യതയുള്ളതെന്ന് കേൾക്കുന്നു. എന്തായാലും ഒരു UDFന്റെ ഭരണസമിതി, UDF സ്വതന്ത്ര മുന്നണി ഭരണസമിതി നിലവിൽ വരും എന്നുള്ളതാണ്. ടോണി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞതനുസരിച്ച് LDFന്റെ പിന്തുണ സ്വീകരിക്കുമെന്നാണ്. ഒരു വിമത MLAമാരായി CPMന്റെ പിന്തുണ സ്വീകരിക്കാനാണോ ഇപ്പോൾ തീരുമാനം? ഇതിലേക്ക് DCC KPCC അംഗീകാരം നൽകാൻ സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ 4 കൗൺസിലർമാരെയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസിന്റെ ചട്ടക്കൂടുകൾ അവർക്ക് ഇനി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ. സ്വാഭാവികമായും അത്തരത്തിലൊരു കോൺഗ്രസിന് ചട്ടക്കൂടില്ലാത്ത, കോൺഗ്രസ് പുറത്താക്കിയ ആളുകളെ LDF പിന്തുണച്ചാൽ അതിൽ കോൺഗ്രസിനെ പിന്തുണച്ചു എന്ന് പറയാനും കഴിയില്ല. അപ്പോൾ ആ രീതിയിലേക്ക് രാഷ്ട്രീയ കളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുതൽ ഇത് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്ന ടോണി തൈപ്പറമ്പ് അടക്കമുള്ളവർ ആര് പിന്തുണ നൽകിയാലും പാലയുടെ നല്ല ഭരണത്തിന് വേണ്ടി ആര് പിന്തുണച്ചാലും അവരുടെ പിന്തുണ സ്വീകരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ തങ്ങൾക്കുള്ളിൽ നിന്നുള്ള ഒരാൾ ചെയർപേഴ്സണായി വരും എന്ന കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം വനിതാ സമരമാണ്. ഈ 5 പേർക്കുള്ളിൽ തന്നെ 3 വനിതകളുണ്ട് എന്നുള്ളതാണ്. അതിൽ മായ രാഹുലാണ് ഏറ്റവും കൂടുതൽ സാധ്യത കണക്കാക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഈ 3 പേർക്കുള്ളിൽ ആരെ എന്ന കാര്യത്തിൽ ഒരു തുടർ ചർച്ചകൾ ഞങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എന്നവർ പറയുന്നുണ്ട്. ആ ഒരു പേരിലേക്ക് എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവർ ആ ഒരു പേര് ഏതാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇവർക്കുള്ളിൽ ആൾ തന്നെയായിരിക്കും ചെയർപേഴ്സൺ ആവുക. സ്വാഭാവികമായും LDFന്റെ പിന്തുണ കൂടി, അത് LDF ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്തുണ നൽകും എന്നുള്ള കാര്യം. അതായത് ഞങ്ങൾ ആരും മത്സരിക്കില്ല, പക്ഷേ ഞങ്ങൾ പിന്തുണ നൽകുന്നു. അതായത് പാലയുടെ നല്ല ഭരണത്തിന് വേണ്ടി നല്ല ഒരു ചെയർപേഴ്സൺ, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ചെയർപേഴ്സൺ ഉണ്ടെങ്കിൽ സ്ഥാനാർത്ഥി വരികയും അവർക്ക് ഞങ്ങൾ പിന്തുണയ്ക്കും എന്ന കാര്യം ഇന്നലെ തന്നെ LDFന്റെ കൗൺസിലർമാർ അല്ലെങ്കിൽ LDFന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലൂടെ തന്നെ ചിത്രങ്ങൾ വ്യക്തമാണ് എന്നതാണ്. ഈ 2 പ്രതികളെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്, ചിത്രങ്ങൾ ഏറെക്കുറെ കൃത്യമാണ്. അതായത് LDF പിന്തുണയ്ക്കുമെന്ന കാര്യം പറയുന്നുണ്ട്, LDF ഇവർ സ്വീകരിക്കുമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 5ഉം 12ഉം ചേരുവൽ 17ആണ്. അതായത് മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ തന്നെ പാലയുടെ ചെയർപേഴ്സൺ ആകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇനി LDFന്റെ തീരുമാനത്തിൽ ഭാവിയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ മാത്രമാണ് ഈ പോകുന്ന സമവാക്യത്തിൽ ഈ ഒരു ഫോറമിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുക. അത് മായ രാഹുൽ തന്നെ ആയിരിക്കാനാണ് ചെയർപേഴ്സൺ ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുമുള്ളത്. നമുക്കൊപ്പം സജു ദേവസ്വം കൂടിയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനമാവുക? ദിയാ പുളിക്കക്കണ്ടത്തെയും സംഘത്തിനും ഒരു കാരണവശാലും ടോണിയും സംഘവും സ്പേസ് കൊടുക്കില്ല എന്ന് നേരത്തെ തീരുമാനിച്ചതാ. ഇത് DCC അറിയിച്ചിരുന്നതാ, ഇത് KPCC അറിയിച്ചിരുന്നതാ. പക്ഷേ അക്കാര്യത്തിൽ കോൺഗ്രസ് കുറച്ചൊരു മെല്ലപ്പോക്ക് നടത്തി. കാരണം എന്താ? മറുഭാഗത്ത് LDFന്റെ പിന്തുണയോടുകൂടി പാലാ ഭരിക്കുന്നു, ഇന്ത്യ മുന്നണി പാലാ ഭരിക്കുന്നു എന്നുള്ളത് BJPക്കാരെ ദുഷ്ടലാക്കോടുകൂടി പ്രചരണം നടത്തും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ടോണി നിങ്ങൾ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോൺഗ്രസ് അല്ലാത്ത ഒരാൾക്ക് LDFുമായിട്ട് കൂട്ടുകൂടാം. ദിയാ പുളിക്കക്കണ്ടം പുറത്ത്, എന്നാൽ പാലായിൽ ഭരണം UDFന്റെ വിമത MLAമാരുടെ, വിമത കൗൺസിലർമാരുടെ കൈകളിലിരിക്കും.
അതായിരുന്നു സ്ട്രാറ്റജി. സജോ ദേവസ്വയുണ്ട് നമുക്കിപ്പം. സജോ, ഗുഡ് മോർണിംഗ്. ചുരുക്കത്തിൽ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ടോണിയെയും സംഘത്തെയും കോൺഗ്രസ് പുറത്താക്കിയ ടോണി ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ല. അതുകൊണ്ട് അവർക്ക് ആരുടെ പിന്തുണ വേണമെങ്കിലും തേടാം. കൂറുമാറ്റ നിരോധന നിയമമൊന്നും ഇനി നിലനിൽക്കാൻ സാധ്യതയില്ല. കാരണം ഭൂരിപക്ഷം അംഗങ്ങളും ടോണിക്ക് ഒപ്പമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് പാലായിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ടോണി, സജോ? ഡോക്ടർ അരുൺകുമാർ, പുറത്താക്കിയവർക്കാണ് പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം എന്നത് കാണേണ്ട ഒരു കാര്യമാണ്. പലതരം സാധ്യതകളുണ്ട്. സമീപകാലത്തെ അയോഗ്യതാ കേസുകൾ പരിശോധിച്ചാൽ ഈ 4 കൗൺസിലർമാരുടെ കാര്യത്തിൽ അയോഗ്യത വരുമോ എന്ന് ചോദിച്ചാൽ അതത്ര എളുപ്പമല്ല എന്താണ് കാണേണ്ട ഒരു കാര്യം. നിലവിലെ സാഹചര്യത്തിൽ തന്നെ പലതരം നിയമപരമായ സാധ്യത അവർക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരസ്യമായ നടപടിയൊക്കെ കടുത്ത നിലപാട് പ്രഖ്യാപിച്ചേ പറ്റൂ. അത് വളരെ എളുപ്പത്തിൽ പുറത്താക്കി കൊടുക്കലായി. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടിയും ഈ മാറി വോട്ട് ചെയ്ത അവിശ്വാസത്തെ അനുകൂലിച്ച ആളുകൾക്ക് ഗുണകരമായി ഭവിച്ചു എന്ന് വേണം പറയാൻ. കാരണം UDF എടുത്തൊരു തീരുമാനത്തിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ നടപടി പ്രഖ്യാപിക്കുകയല്ലാതെ കോൺഗ്രസിന് മറ്റു മാർഗങ്ങളില്ല. ഇനി അവർക്ക് വിശദീകരിക്കാം, അവർ പാർട്ടി നിലപാടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു, അതുകൊണ്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ എന്ന ഒരു വിശദീകരണത്തിൽ കാര്യങ്ങൾ വളരെ ഈസിയായി പര്യവസാനിച്ചു എന്നതാണ്. അതിനും അപ്പുറത്തേക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ 4 പേരും അതുകൂടാതെ കേരള കോൺഗ്രസ് എമ്മും യോജിക്കാൻ പോവുകയാണ്. അത് സംഭവിക്കും. കേരള കോൺഗ്രസ് എം പറയുന്നത് ഞങ്ങൾ സ്ഥാനാർത്ഥിയൊന്നും നിർത്തില്ല, പാലായുടെ സുസ്ഥിര ഭരണത്തിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് പുറത്താക്കിയ ഈ 4 കൗൺസിലർമാരും മായ രാഹുലും ചേർന്ന 5 പേരെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ചെയർപേഴ്സൺ അവിടെ അധികാരം ഏറ്റെടുക്കും. അങ്ങനെ ഒരു ഫോർമുല അവിടെ രൂപപ്പെടും. അപ്പോൾ രാഷ്ട്രീയമായി കോൺഗ്രസിന് വിശദീകരിക്കേണ്ട ബാധ്യതയില്ല. ഞങ്ങൾ അവർക്കെതിരെ നടപടി സ്വീകരിച്ചല്ലോ എന്ന ഒറ്റ വാക്കിൽ ആ രാഷ്ട്രീയ വിശദീകരണം കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് DCC നേതൃത്വമായിക്കോട്ടെ KPCC നേതൃത്വമായിക്കോട്ടെ ഞങ്ങൾ നടപടി സ്വീകരിച്ചതാണ്, അവർ പാർട്ടിക്ക് പുറത്താണ് എന്ന ഒറ്റവരി വിശദീകരണത്തിൽ അവരുടെ ബാധ്യത അവസാനിക്കും എന്നതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ ഇനി വളരെ എളുപ്പമാണ് എന്നാണ് കാണേണ്ട ഒരു കാര്യം. അതായത് കേരള കോൺഗ്രസ് എം, 2 LDF സ്വതന്ത്രർ, ഒപ്പം ഈ 5 പേർ അവർ ചേരുന്ന ഒരു ഭരണം പാലായിൽ ഒരു അസാധാരണ മുന്നണി എന്ന് വേണമെങ്കിൽ വിളിക്കാം, അത് രൂപപ്പെടും. അപ്പോൾ അതിന് മുൻപ് എന്തായാലും അയോഗ്യത വരില്ല. അയോഗ്യത തന്നെ നിയമപരമായി അത്ര എളുപ്പത്തിൽ സാധ്യമാകില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയി കഴിഞ്ഞു ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. സജോ ദേവസ്യാണ് നമുക്കിപ്പം ചേർന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ പാലായിൽ എങ്ങനെയാണ്? പാലായിൽ ദിയ പുളിക്കക്കണ്ടവും സംഘവും പോവും. മായ രാഹുലും അടക്കമുള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ ഇനി പാലായുടെ ഭരണത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതാണ് LDF പിന്തുണയ്ക്കും. അപ്പോൾ LDFന്റെ 12, 4 വിമത കോൺഗ്രസ് MLA-മാര്, പിന്നെ മായ രാഹുൽ സ്വതന്ത്ര. അപ്പോൾ 12, 4, 16, 1, 17 പേര്. കാര്യങ്ങൾ ഭദ്രം. 14 മതി ഭൂരിപക്ഷത്തിന് പാലായിൽ.